ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ്. അദ്ദേഹം ജനിച്ച വർഷം 1887. അദ്ദേഹം ജനിച്ചത് 1887, അന്തരിച്ചത് 1940. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് പാമ്പാടി കോട്ടയം. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? പാമ്പാടി കോട്ടയം. The Renaissance leader who served as a teacher and a soldier before entering into social work. അപ്പോൾ സോഷ്യൽ വർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചറായിട്ടും സോൾജിയറായിട്ടും സെർവ് ചെയ്തിട്ടുള്ള നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. ദ ഫൗണ്ടർ ഓഫ് ട്രാവൻകൂർ ചേരമാർ മഹാസഭ. ഇതാണ് ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ഏതാണ്? തിരുവിതാംകൂർ ചേരമാർ മഹാസഭ. ചേരമാർ മഹാസഭ ഏതാണ് വർഷം? 1921. അപ്പൊ ചേരമാർ മഹാസഭ ഫൗണ്ട് ചെയ്തത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ദ ഫൗണ്ടർ ഓഫ് ചേരമാർ മഹാസഭ ഇൻ 1921 ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ദ മൗത്ത് പീസ് ഓഫ് ചേരമാർ മഹാസഭ അതേതാണ്? ഇമ്പോർട്ടന്റ് ആണ്. സാധുജന ദൂതൻ. സാധുജന ദൂതൻ. അപ്പൊ പാമ്പാടി ജോൺ ജോസഫിന്റെ ഓർഗനൈസേഷൻ ഏതാണ്? ട്രാവൻകൂർ ചേരമാർ മഹാസഭ. മൗത്ത് പീസ് ഏതാണ്? സാധുജന ദൂതൻ. അപ്പൊ സാധുജന ദൂതൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ടതാണ് സാധുജന പരിപാലിനി. അതാരാന്ന് ഓർക്കുന്നുണ്ടോ? സാധുജന പരിപാലിനി ഒരു ഓർഗനൈസേഷന്റെ മൗത്ത് പീസ് ആണ്. ഏതായിരുന്നു അത്? സാധുജന പരിപാലന സംഘം എന്ന ഓർഗനൈസേഷന്റെ മൗത്ത് പീസ് ആണ് സാധുജന പരിപാലിനി. അപ്പൊ സാധുജന പരിപാലിനി ആരുടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയും? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. മൗത്ത് പീസ് ആണ് സാധുജന പരിപാലിനി. അയ്യങ്കാളിയുടെ ഓർഗനൈസേഷൻ ആണ് സാധുജന പരിപാലന സംഘം. അതിന്റെ മൗത്ത് പീസ് ആണ് സാധുജന പരിപാലിനി. അപ്പൊ സാധുജന ദൂതൻ ആരാണ്? ആരുടെ മൗത്ത് പീസ് ആണ്? ചേരമാർ മഹാസഭയുടെ മൗത്ത് പീസ് ആണ്. അത് ഓർഗനൈസേഷൻ ആരുടെയാണ്? പാമ്പാടി ജോൺ ജോസഫ്. അപ്പൊ എന്തൊക്കെ നമ്മൾ ഓർക്കേണ്ടത്? ചേരമാർ മഹാസഭ മൗത്ത് പീസ് സാധുജന ദൂതൻ. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം മൗത്ത് പീസ് സാധുജന പരിപാലിനി. തിരുവിതാംകൂർ ചേരമാർ മഹാസഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. എന്താണ്? ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. അപ്പൊ ചേരമാർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. പാമ്പാടി ജോൺ ജോസഫ് was nominated to ശ്രീമൂലം Legislative Assembly in 1931. 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. The book was written by പാമ്പാടി ജോൺ ജോസഫ്. ഏതാണ്? രണ്ടെണ്ണം ഓർത്തു വെക്കണം. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ചെറുമ ബോയ്. ഏതൊക്കെയാണ്? സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ചെറുമ ബോയ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ചെറുമ ബോയ്. അദ്ദേഹത്തെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ജനിച്ചത് കോട്ടയത്ത് പാമ്പാടിയിലാണ്. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ഏതാണ്? തിരുവിതാംകൂർ ചേരമാർ മഹാസഭ. അതിന്റെ മൗത്ത് പീസ് ഏതാണ്? ഓർത്തു പറയും. സാധുജന ദൂതൻ. അപ്പൊ സാധുജന പരിപാലിനി ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1931 അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഏതാണത്? ചെറുമ ബോയ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.